ശ്രീരാമായ നമോ നമ. സർഗം 53. സീതാരാമഗുണാ രാമപുണ്യാരണ്യനിവാസിനോ വന്ദേ വിശുദ്ധവിജ്ഞാനോ കവീശ്വരകവീശ്വരോ. ഇങ്ങനെ ലക്ഷ്മണന്റെ വാക്യം കേട്ട് സുപ്രീതനായ രാമൻ ലക്ഷ്മണനോട് പറയാണ്, നിന്നെപ്പോലൊരു ബന്ധുവിനെ ഇക്കാലത്ത് കിട്ടുന്നത് ദുർലഭം. എൻ്റെ മനസ്സിനൊത്തു പോകുന്ന ശുഭലക്ഷണനായ ഹേ ലക്ഷ്മണ, ഞാൻ പറയുന്നതൊന്ന് കേട്ട് അപ്രകാരം ചെയ്യൂ. പൗരജനങ്ങളുടെ കാര്യത്തിൽ ഇടപെടാതെ ഇപ്പോൾ പോയത് 4 ദിവസങ്ങളാണ്. അതെനിക്ക് ഹൃദയവേദന ഉളവാക്കുന്നു. മന്ത്രികളെയും പ്രകൃതികളെയും പുരോഹിതനെയും മറ്റും വേഗം വിളിച്ചുകൂട്ടു. ദിനംതോറും പൗരകാര്യങ്ങൾ ശ്രദ്ധിക്കാതെ രാജാവായി തുടർന്നാൽ നരകത്തിൽ വീഴും, സംശയമില്ല. അതിനൊരു ദൃഷ്ടാന്തം പറയാം എന്ന് പറഞ്ഞ് നൃഗരാജാവിൻ്റെ കഥ പറയാണ്. ഭാഗവതത്തില് ശ്രീകൃഷ്ണൻ മോക്ഷം കൊടുക്കുന്ന നൃഗരാജാവുണ്ട്. ആ രാജാവിൻ്റെ കഥ ഈ വാൽമീകി രാമായണത്തിലും പറയണമെന്ന് എന്നുള്ളത് വളരെ കൗതുകാവഹമാണ്. ഭാഗവതത്തിൽ പറഞ്ഞേക്കാൾ കുറച്ചും കൂടി വിശദമായിട്ടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ശ്രീരാമൻ പറയാണ് ലക്ഷ്മണനോട്, പണ്ട് മഹായശസ്വിയായി നൃഗൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം പുഷ്കര തീർത്ഥത്തിൽ 1 കോടി പശുക്കളെ, കന്നുകുട്ടികളടക്കം 1 കോടി പശുക്കളെ ബ്രാഹ്മണർക്ക് ഗോദാനം ചെയ്തു. ഒരിക്കൽ ഒരു ദരിദ്രം ബ്രാഹ്മണന് പശുവിനെ ദാനം ചെയ്ത് ആ പശു അറിയാതെ പഴയ കൂട്ടത്തിൽ തന്നെ വന്നു ചേർന്നു. ആ ദരിദ്ര ബ്രാഹ്മണൻ തൻ്റെ പശുവിനെ തിരഞ്ഞ് നടന്നു, വർഷങ്ങളോളം നടന്നു. അദ്ദേഹത്തിന് വേറെ ഉപജീവനമൊന്നുമില്ല. ഇത് കിട്ടിയപ്പോൾ ഒരു ഉപജീവനമായിട്ട് പശു ഉണ്ടല്ലോ എന്ന് വിചാരിച്ച്, അതോ അതിനെ കാണാണ്ട് അതിനെ തിരഞ്ഞങ്ങനെ നടന്നു. അങ്ങനെ കനഖലത്തിലെത്തി. പുഷ്കരത്തിലാണ് ദാനം സ്വീകരിച്ചത്. കനഖലം, പുഷ്കരം എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലുള്ളൊരു സ്ഥലമാണ് പുഷ്കര തീർത്ഥം. കനഖലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗ ഭൂമിയിലേക്ക് വീഴുന്ന സ്ഥലമാണ്, ഉത്തരാഖണ്ഡിലായിരിക്കും. അങ്ങനെ കനഖലത്തിലെത്തി വലുതായ കന്നുകുട്ടിയോടുകൂടിയ ആ പശുവിനെ കണ്ടു. അത്രയും വർഷങ്ങൾ കടന്നുപോയി എന്ന് പറയാം. അത് മറ്റൊരു ബ്രാഹ്മണന്റെ ദാനസ്വത്തായി കണ്ടെത്തി. പക്ഷെ അതൊന്നും അദ്ദേഹം നോക്കിയില്ല. അദ്ദേഹം ആ തൻ്റെ പശുവിനെ കണ്ടപ്പോൾ വേഗം ശബളെ വരൂ എന്ന് വിളിച്ചപ്പോൾ ആ പശു ദരിദ്ര ബ്രാഹ്മണന്റെ പിന്നാലെ തന്നെ ചെന്നു. അപ്പൊ രണ്ടാമത്തെ ബ്രാഹ്മണൻ എനിക്ക് കിട്ടിയ പശുവിനെ വേറൊരാൾ കൊണ്ടുവന്നു വെച്ചിട്ട് അയാളുടെ പിന്നാലെ ചെന്നു. എനിക്കിത് നൃഗചക്രവർത്തി ദാനം ചെയ്തതാണ്, എനിക്കും ദാനം ചെയ്തതാണെന്ന് രണ്ടുപേരും കൂടി വഴക്കടിച്ചു. അങ്ങനെ രണ്ടുപേരും വഴക്കടിച്ച് രാജദ്വാരത്തിലെത്തി. അവിടെയും ദിവസങ്ങളോളം അവർ തമ്മിൽ കലഹിച്ചു കൊണ്ടിരുന്നു. രാജാവ് ഇതിനൊരു തീർപ്പുണ്ടാക്കണ്ടേ? നൃഗരാജാവാകട്ടെ ദർശനം കൊടുത്തതുമില്ല. അത് ഭാഗവതത്തിലില്ല കേട്ടോ ഈ വിഷയം. നൃഗരാജാവ് അവർക്ക് ദർശനം കൊടുത്തതുമില്ല. അതിൽ ക്രോധം മൂർച്ഛിച്ച് രണ്ടുപേരും കൂടി ശപിച്ചു. ഭാഗവതത്തില് ഒരു ശാപമായിട്ടാണ്, അല്ലെങ്കിൽ അത് ശപിച്ചു എന്ന് പ്രത്യേകം പറയില്ല. അതിൻ്റെ ഒരു പാപം കാരണം യമനാണ് നിശ്ചയിക്കുന്നത്. ഇതിലെങ്ങനെയാണ് രണ്ടുപേരും കൂടി ശപിക്കുകയാണ്. ഞങ്ങൾക്ക് ദർശനം തന്നില്ലോ, അത് കാരണം ആരും കാണാതെ കിടക്കുന്ന ഒരു ഓന്തായി പൊട്ടക്കിണറ്റിൽ വീഴട്ടെ. അപ്പോഴും ഇത് പിന്നെ രാജാവ് അറിഞ്ഞു തോന്നുന്നു. വേഗം തന്നെ ശാപമോക്ഷത്തിനായി കാൽക്കൽ നമസ്കരിച്ചിട്ടുണ്ടാവും. അതൊന്നും ഇതിൽ പറയുന്നില്ല. അപ്പൊ പിന്നെ ഒരു ശാപമോക്ഷവും കൂടിയും കൊടുക്കണം. യദുക്കൾക്ക് കീർത്തി ഉയർത്തിക്കൊണ്ട് ഈ ലോകത്തിൽ മഹാവിഷ്ണു വാസുദേവൻ എന്ന പേരിൽ അവതരിക്കുമ്പോൾ ഹേ രാജാവേ, താങ്കളെ മോചിപ്പിക്കും. കലിയുഗത്തിൽ ഭൂഭാരഹരണത്തിനായി നരനാരായണന്മാർ ഇരുവരും മനുഷ്യരായി തീരുന്നതാണ്. ഇത്രയും ശ്രീരാമൻ പറഞ്ഞു വീണ്ടും തുടരുകയാണ്. ഇങ്ങനെ ശപിച്ച ശേഷം രണ്ടുപേർക്കും ശപിച്ച പാവം അവരുടെ വിഷമമൊക്കെ തീർന്നു. ബ്രാഹ്മണോ വിഗതജ്വരോ ഏവം തോ ശാപം ഉത്സൃജ. ഇങ്ങനെ ശാപം പുറത്തു പിടിച്ച ശേഷം 2 ബ്രാഹ്മണരും വിഗതജ്വരോ, അവരുടെ ഉള്ളിലുള്ള താപം പോയി
താം ഗാം ഹി ദുർബലാം വൃദ്ധാം, ആ ദുർബലയും വൃദ്ധയുമായ പശുവിനെ മൂന്നാമതൊരു ബ്രാഹ്മണൻ അവർ രണ്ടുപേരും കൂടി ദാനം ചെയ്ത് അവരവരുടെ പാട്ടിന് പോയി. ഹേ ലക്ഷ്മണ, ഇന്നും ആ രാജാവ്, നൃഗരാജാവ് ശാപം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ എന്താണ് പഠിക്കേണ്ടത് വെച്ചാൽ, കാര്യാർത്ഥികളുടെ വിഷമം മാറ്റാതെ അവർക്കുളവാകുന്ന മനസ്താപം രാജാക്കന്മാർക്ക് വലിയ ദോഷത്തിനായി തീരുന്നു. ആയതിനാൽ സൗമിത്രയെ, വേഗം കാര്യാർത്ഥികളുമായുള്ള എൻ്റെ കൂടിക്കാഴ്ചയ്ക്ക് ഏർപ്പാട് ചെയ്യൂ. 4 ദിവസമായില്ലോ അപ്പോൾ ചെയ്യാതെ. ഒരു മഹാരാജാവ് അല്ലെങ്കിൽ രാജാവിൻ്റെ ധർമ്മത്തിന് വ്യതിചലിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഹൃദയവ്യഥ ഉണ്ടാക്കുന്നതാണ്. അതാണല്ലോ ഇവിടെ കാണിച്ചത്. രാമൻ രാജാവിൻ്റെ ധർമ്മത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. അവനവൻ്റെ വ്യക്തിധർമ്മത്തിനേക്കാൾ, പതിധർമ്മത്തിനേക്കാൾ രാജാവെന്ന ധർമ്മത്തിന് കാണിച്ചു കൊടുത്തു. അത് രാജാക്കന്മാർക്കൊരു പാഠമാണ് എന്നും. അപ്പോൾ രാജാവിൻ്റെ എൻ്റെ കൂടിക്കാഴ്ചയ്ക്ക്, പൗരജനങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഏർപ്പാട് ചെയ്യൂ. പ്രജാപാലന രൂപമായ പുണ്യം രാജാക്കന്മാർക്കുള്ളതാണല്ലോ. ഹേ സൗമിത്ര, വേഗമാകട്ടെ എന്ന് പറഞ്ഞ് തിടുക്കം കൂട്ടിക്കൊണ്ടാണ് ഈ സർഗം ഇവിടെ അവസാനിക്കുന്നത്. അപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. രാമചന്ദ്രൻ്റെ അനുഗ്രഹം നമുക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്